ഇപ്പോൾ നാറിക്കൊണ്ടിരിക്കുന്നവർ ആ നാറ്റം തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങിയത് എങ്ങനെ? പോലീസിന്റെ നിലവിലെ നിഗമനം എന്താണ്? അതാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അതിജീവിത പരാതി നൽകുന്ന അന്ന് ഉച്ചവരെ അല്ലെങ്കിൽ വൈകുന്നേരം ആകുന്നത് വരെ കണ്ടിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒളിവിലേക്ക് പോയ വഴി നമ്മൾ തേടുമ്പോൾ 27-ാം തീയതി വൈകുന്നേരം 4:40 കണ്ണാടിയിലെ UDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഓഫീസ് പരിസരത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കൂടെ MLAയുടെ കാറിലാണ് പോയത്. ആ ഔദ്യോഗിക വാഹനത്തിൽ പേഴ്സണൽ സ്റ്റാഫും ഡ്രൈവറും ഉണ്ടായിരുന്നു. 4:50 അതിജീവിത മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി നൽകിയ വിവരം റിപ്പോർട്ടറിലൂടെ പുറം ലോകം കാണുന്നത്, അറിയുന്നത്. 4:55 കൃത്യം 5 മിനിറ്റിനപ്പുറം വിവരമറിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിലും കൂടെയുണ്ടായിരുന്ന സംഘവും പ്രചാരണ പരിപാടി ഒഴിവാക്കി കണ്ണാടിയിൽ നിന്ന് നേരെ പാലക്കാട്ടേക്ക് വരികയാണ്. 5:15 ആകുമ്പോൾ രാഹുലും സംഘവും കുന്നത്തൂർ മേട്ടിലുള്ള രാഹുലിന്റെ ഫ്ളാറ്റിലേക്ക് എത്തുന്നുണ്ട്. അതായത് മിനിറ്റുകൾക്കകം ആ ഫ്ളാറ്റിലേക്ക് എത്തുന്നു. അടുത്ത ബന്ധമുള്ള ആളുകൾ, അതായത് സുഹൃത്തുക്കൾ, അഭിഭാഷകർ, ഇവരെയൊക്കെ രാഹുൽ വിളിക്കുന്നുണ്ട്. 5:45 മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉന്നത പോലീസ് സംഘം എത്തിയെന്ന വിവരം റിപ്പോർട്ടർ പുറത്തുവിടുന്നത്. അതിനുശേഷം 5:45 ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് എന്ന നിലയിലേക്ക് മാറുകയാണ്. 6:10 ആകുമ്പോൾ രാഹുലിന്റെ കൂടെയുണ്ടായിരുന്ന പേഴ്സണൽ സ്റ്റാഫും ഡ്രൈവറും ഫോൺ ഓഫാക്കുകയാണ്. 6:30 ആകുമ്പോൾ ഈ ഔദ്യോഗിക വാഹനം MLAയുടെ കാർ ഫ്ളാറ്റിലെ പാർക്കിംഗ് സ്ലോട്ടിലേക്ക് എത്തുന്നു. പിന്നീട് സുഹൃത്തിന്റെ ചുവന്ന പോളോ കാറിൽ രാഹുൽ പാലക്കാട് നഗരം വിടുകയാണ്. 7 മണിക്ക് പാലക്കാട് മണ്ഡലത്തിലെ അടുത്ത ബന്ധമുള്ള കോൺഗ്രസ് പ്രവർത്തകന്റെ അടുത്തേക്ക് രാഹുൽ എത്തി. ഇക്കാര്യങ്ങളൊക്കെ SIT ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. 8:30 ഈ സുഹൃത്തിന്റെ അടുത്ത് നിന്ന് രഹസ്യ കേന്ദ്രത്തിലേക്ക് രാഹുൽ മാറുന്നു. ഇത്രയുമാണ് 27-ാം തീയതി നടന്നതായി അന്വേഷണ സംഘം കണ്ടെത്തുന്നത്. 28 പിറ്റേ ദിവസം രാവിലെ 7:30 14 മണിക്കൂറുകൾക്ക് ശേഷം രാഹുലിന്റെ നമ്പറിലേക്ക് എത്തുന്ന കോളുകൾ സുഹൃത്തിന്റെ നമ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. അതായത് ഫോർവേഡിംഗ് ഓപ്ഷൻ ഉപയോഗിക്കുന്നു. സുഹൃത്തിന്റെ നമ്പർ ആണ് രാഹുൽ ഉപയോഗിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. 8 മണിയാകുമ്പോൾ രാഹുലിന്റെ ഫോൺ വീണ്ടും നിശ്ചലമാവുകയാണ്. സ്വിച്ച് ഓഫ്. വിളിക്കുന്നവർക്കൊക്കെ കിട്ടുന്ന സന്ദേശം അതാണ്. 29-ാം തീയതി പിറ്റേ ദിവസം രാഹുലിനൊപ്പം ഉണ്ടായിരുന്ന പേഴ്സണൽ സ്റ്റാഫും ഡ്രൈവറും ദാ വരുന്നു MLA ഓഫീസിലേക്ക്. അവരങ്ങ് പ്രത്യക്ഷപ്പെടുകയാണ്. രാഹുലിനെ കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നതാണ് അവരോട് ചോദിക്കുമ്പോൾ കിട്ടുന്ന മറുപടി. പാലക്കാട്ടെ രഹസ്യ കേന്ദ്രത്തിലാണ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ. പിന്നീട് ഒരു തവണ ജില്ല വിട്ടു പോയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. കൊച്ചി, കോയമ്പത്തൂർ എന്നിവിടങ്ങളിലേക്ക് കടന്നേക്കാം. അതാണ് ഇപ്പോൾ എത്തിയിരിക്കുന്ന നിഗമനം. അതിന്റെ അടിസ്ഥാനത്തിൽ നാടൊട്ടുക്കും തെരച്ചിൽ നടത്തുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനായി ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിക്കാൻ ADGPയും നിർദ്ദേശിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി നമുക്കൊപ്പം എത്തുന്നു അഷ്കർ അലി കരിമ്പയും ഇക്ബാൽ അറക്കലും. അഷ്കർ അലി കരിമ്പ, ഗുഡ് ഈവനിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കൃത്യമായി കയറിപ്പോയ വഴി മനസ്സിലായിട്ടുണ്ടോ? തെരച്ചിൽ ഇപ്പോൾ എങ്ങനെയാണ്? സുജ, രാഹുൽ എവിടെ എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ പോലീസും പോകുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു കാര്യം പോലീസ് തർപ്പിച്ച് പറയുന്നു, രാഹുൽ ഇപ്പോഴും പാലക്കാട് ജില്ലയിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം വലിയൊരു ദൂരത്തേക്ക് സഞ്ചരിക്കാൻ രാഹുൽ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ള നിരീക്ഷണത്തിലേക്ക് പോലീസ് എത്തുകയും ചെയ്തു. പക്ഷേ കൃത്യമായി രാഹുൽ എവിടെയാണ്, എന്തുകൊണ്ട് രാഹുലിൻ്റെ അറസ്റ്റ് വൈകുന്നു എന്ന കാര്യത്തിൽ കൃത്യമായൊരു മറുപടിയിലേക്ക് അല്ലെങ്കിൽ വ്യക്തമായൊരു ഉത്തരം നൽകാൻ നിലവിൽ പോലീസിന് സാധിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. 3 ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രധാനമായും പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു. ഒന്ന്, പാലക്കാട് ജില്ലയിൽ ഉടനീളം തന്നെ ഒരു തെരച്ചിൽ. രണ്ടാമത്തേത് പാലക്കാട് ജില്ലയോട് ചേർന്ന് നടക്കുന്ന അതിപ്രദേശങ്ങൾ. അത് ഒരു ഭാഗത്ത് മലപ്പുറമാണെങ്കിൽ പ്രധാനമായും മറുഭാഗത്ത് തൃശ്ശൂർ കേന്ദ്രീകരിച്ച്, അത് കൊച്ചിയിലേക്ക് കടക്കാനുള്ള സാധ്യത അടക്കം പരിഗണിച്ചുകൊണ്ടാണ് തൃശ്ശൂർ കേന്ദ്രീകരിച്ചുകൊണ്ടും തെരച്ചിൽ ഊർജിതമാക്കുന്നത്. അതിനോടൊപ്പം മറ്റൊന്ന്, സംസ്ഥാനം തന്നെ വിടാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുകൊണ്ട്, അത് പാലക്കാട് നിന്നും അങ്ങോട്ടേക്ക് എത്താനുള്ള എളുപ്പ മാർഗ്ഗങ്ങൾ ഇതൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ട് അവിടെ സാന്നിധ്യമുണ്ട് എന്നുള്ള സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുകൊണ്ടും വലിയ തോതിൽ രാഹുലിന് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് നടത്തുന്നു. പക്ഷേ അപ്പോഴും രാഹുൽ എവിടെയാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ പോലീസിന് സാധിക്കുന്നില്ല. എന്നാലും രാഹുൽ ജില്ലയിലുണ്ട്. ആദ്യഘട്ടത്തിലൊക്കെ രാഹുലിനെ കൈപ്പിടിയിൽ ഉണ്ടായിട്ട് പോലും അറസ്റ്റ് താമസിപ്പിക്കുകയാണ് പോലീസ് ചെയ്തതെങ്കിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ആഗ്രഹിക്കുമ്പോൾ രാഹുലിനെ കയ്യിൽ കിട്ടുന്നില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നതാണ്. ഇക്ബാൽ അറക്കൽ കൂടി നമുക്ക് പോകുന്നുണ്ട്. ഇക്ബാൽ അറക്കൽ, ആ ചുവന്ന പോളോ കാർ അത് ആരുടേതാണ്? ആ കാർ എപ്പോഴാണ് രാഹുലിന്റെ അടുത്തേക്ക് എത്തിയത്? ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് ഈ വാഹനത്തിലേക്ക് കയറിയ രാഹുൽ പോയത് എങ്ങോട്ടാണ് എന്ന് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ആ ഒരു റൂട്ടിൽ ക്ലാരിറ്റി വന്നിട്ടുണ്ടോ?
വിനീത, ഒരു പക്ഷേ ഈ അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയേക്കും എന്ന രീതിയിലുള്ള വിവരങ്ങൾ നമ്മൾ സുജയ, നമ്മൾ ഈ ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവിട്ടതിന് ശേഷം തന്നെ ഒരു പക്ഷേ ഇത്തരത്തിൽ ഈ പരാതി നൽകിയാൽ എങ്ങനെ രക്ഷപ്പെടണം എന്ന രീതിയിലുള്ള ഒരു പ്ലാൻ കൃത്യമായി തന്നെ രാഹുൽ തയ്യാറാക്കിയിട്ടുണ്ടാവും. അതിനുവേണ്ടിയായിരിക്കും ഒരു പക്ഷേ ഈ പോളോ കാർ നേരത്തെ തന്നെ പാലക്കാട്ടേക്ക് എത്തിച്ചിട്ടുണ്ടാവുക. രാഹുലിൻ്റെ ഈ MLA ഓഫീസിലെ ജീവനക്കാരെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ഈ കാർ നേരത്തെ തന്നെ പാലക്കാട് ഉണ്ടായിരുന്നു. ബുധനാഴ്ചയെല്ലാം ഈ കാർ കണ്ട ആളുകളുമുണ്ട്. ഏതായാലും ഈ കാറിലാണ് പിന്നീട് വ്യാഴാഴ്ചയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെ പാലക്കാട് നഗരത്തിൽ നിന്നും യാത്ര തിരിക്കുന്നത്. പിന്നീട് കാർ മാറി മാറി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും പ്രധാനമായും ഈ സുഹൃത്തിൻ്റെ ഈ പോളോ കാർ തന്നെയാണ്, ചുവന്ന നിറത്തിലുള്ള പോളോ കാർ തന്നെയാണ് രാഹുൽ ഈ പാലക്കാട് നഗരം വിടാൻ വേണ്ടി ഉപയോഗിച്ചത് എന്ന നിഗമനത്തിൽ തന്നെയാണ് ഏതായാലും അന്വേഷണ സംഘം ഇപ്പോഴുമുള്ളത്. ഈ കാർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം തുടരുന്നു. ഇതൊരു എറണാകുളം രജിസ്ട്രേഷൻ കാറാണ് എന്ന രീതിയിലുള്ള സംശയങ്ങളെല്ലാം പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ട്. ഏതായാലും വ്യാപകമായിട്ടുള്ള അന്വേഷണമാണ് ഈ കാറിന് വേണ്ടി നടത്തുന്നത്. ഇതൊരു സിനിമാ താരത്തിൻ്റെ കാറാണ് എന്ന രീതിയിലുള്ള വിവരങ്ങളും പോലീസ് അത്തരത്തിലൊരു നിഗമനത്തിലേക്കും പോലീസ് എത്തുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാം ഒരു സ്ഥിരീകരണം വരാൻ സിനിമാ താരം സുഹൃത്ത് ആ കാറിൽ കയറിപ്പോയി ഇതൊക്കെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി രാഹുൽ തന്നെ പുറത്തേക്ക് വിടുന്ന വിവരങ്ങളാണോ അതും അറിയേണ്ടി ഇരിക്കുന്നു. കാരണം ഇത്രയും അതിവിദഗ്ധമായി എല്ലാവരെയും കബളിപ്പിച്ച് ഇപ്പോൾ ഏതോ രഹസ്യ കേന്ദ്രത്തിലിരുന്ന് വേണമെങ്കിൽ നമ്മൾ ഈ സംസാരിക്കുന്ന വാർത്തയും കാണുന്നുണ്ടാകാം രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ തപ്പി പരക്കം പായുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം. ഇക്ബാൽ അറക്കലും അഷ്കർ അലി കരിമ്പയുമാണ് വിവരങ്ങൾ നൽകിയത്.